അപ്പോൾ ഞാനിന്ന് ചെറിയൊരു ഔട്ടിംഗ് ആക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ സ്വന്തം നാടായ കൊരട്ടിയിൽ നിന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന നമ്മുടെ സ്വന്തം മണിച്ചേട്ടൻ്റെ ചാലക്കുടി. ഇതാണ് ഞങ്ങളുടെ ചാലക്കുടിയിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. അത്യാവശ്യം നല്ല തിരക്കുള്ള അടിപൊളിയൊരു സിറ്റിയാണ് കേട്ടോ ഞങ്ങളുടെ ചാലക്കുടി. അപ്പോൾ ഞാനിന്ന് ഔട്ടിങ്ങിന് പോകുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒപ്പമാണ്. ഈ നടന്നു വരുന്നതാണ് എൻ്റെ ഫ്രണ്ട്. പുള്ളിയുടെ പേര് ദേവി എന്നാണ്. അപ്പോൾ ഞങ്ങളിന്ന് പോകാൻ പോകുന്നത് ഞങ്ങളുടെ ചാലക്കുടിക്കാർക്ക് എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള ഗായത്രി ബ്യൂട്ടി പാർലറിലേക്കാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ലൊക്കേഷനിലെത്തി. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തിയ സ്ഥിതിക്ക് ചെറുതായിട്ടൊരു ലിപ്സ്റ്റിക്കൊക്കെ ഇടാണ്ട് നമ്മൾ പെൺപിള്ളേർക്ക് ഒരു സമാധാനമില്ല. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് സെറ്റായിട്ട് ബ്യൂട്ടി പാർലറിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഇതാണ് ഗായത്രി ബ്യൂട്ടി പാർലർ. അങ്ങനെ റിസപ്ഷനിലൊക്കെ എത്തി. ചേച്ചിമാരുടെ അടുത്തൊക്കെ കമ്പനിയായി വർത്താനമൊക്കെ പറഞ്ഞു. വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ അവരും യൂട്യൂബറാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. നമ്മളിപ്പോൾ ജസ്റ്റ് യൂട്യൂബ് തുടങ്ങിയിട്ടുള്ളെങ്കിലും നമുക്ക് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരു ചെറിയ സന്തോഷമല്ലേ. അങ്ങനെ ഞങ്ങൾ ചേച്ചിമാരുടെ അടുത്തൊക്കെ സംസാരിച്ച് നമുക്ക് ആവശ്യമുള്ള സർവീസൊക്കെ പറഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് എൻ്ററായി. പക്ഷെ ചെറിയ രീതിയിലൊരു പണി പാളി. കാരണം അവൾക്ക് ചെയ്യേണ്ടത് ക്ലീനപ്പായിരുന്നു. അപ്പോൾ ക്ലീനപ്പ് ആ സൈഡിലും ഹെയർ കട്ട് ഈ സൈഡിലായിരുന്നു. അങ്ങനെ അവൾ ബായ് പറഞ്ഞു പോയി. അപ്പം ഞാൻ ചെറുതായിട്ടൊരു ഹെയർ കട്ടും ഹെയർ വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹെയർ വാഷ് ചെയ്തു. ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹെയർ ഒന്ന് ഡ്രൈ ചെയ്യാനായിട്ടിരുന്നു. അങ്ങനെ വാഷിങ് കഴിഞ്ഞു. ഹെയർ ഒന്ന് കട്ട് ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ലെയർ കട്ടാണ് വെട്ടിയത്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ DP ആണ് ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചു. അപ്പോൾ അത്യാവശ്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും കുറച്ചുകൂടെ നന്നായിട്ടുണ്ട് ഈ പ്രാവശ്യം ചെയ്തത്. ഇവിടുത്തെ ചേച്ചിമാരൊക്കെ നല്ല കമ്പനിയാട്ടോ. നമ്മുടെ അടുത്ത് എല്ലാ വിശേഷങ്ങളൊക്കെ ചോദിച്ച് സംസാരിച്ചൊക്കെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഫൈനൽ ലുക്ക് ഇതാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയായിട്ട് മുടി സെറ്റായിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്രണ്ടിൻ്റെ അവസ്ഥ എന്തായെന്ന് നോക്കി. അപ്പോൾ ആളുടെ ക്ലീനപ്പൊക്കെ കഴിഞ്ഞു. ഇനി ആൾക്കും ഹെയർ വാഷും ഹെയർ കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനായിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങി. അത്യാവശ്യം ചെറിയൊരു മഴയൊക്കെ കിട്ടി. അപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരം സ്റ്റാൻഡിൽ തന്നെ സമയം സ്പെൻഡ് ചെയ്തു. കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നു. ഇനി അമ്മയുടെ റിയാക്ഷൻ ആണ്. അമ്മ ചീത്ത പറയുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അമ്മ പറഞ്ഞ എങ്ങനെയുണ്ടെന്ന് ഇവിടെയായോ എനിക്ക് ഇഷ്ടപ്പെട്ടാ? ഒരു വസ്തുവിനും കൊള്ളില്ല. നീ എന്ന് പറയും. ഒരു വസ്തുവിനും കൊള്ളില്ല. സാധാരണ മുടി കട്ട് ചെയ്ത് വരുമ്പോൾ അമ്മ ഭംഗിയില്ല എന്നാണ് പറയാറ്. പക്ഷെ ആദ്യമായിട്ടാണ് ഈ പ്രാവശ്യം മുടി വെട്ടിയിട്ട് അടിപൊളി. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയണേ. അപ്പം അമ്മയ്ക്കും ഇനി ഇങ്ങനെ ചെയ്തു തന്നെ എന്ന് പറയാണ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.